മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഹിന്ദുക്കൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്തുമത കാര്യങ്ങൾ ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതകരമായ ഒരു അനുഭവമായിട്ട് തോന്നിയത്, ഒരു ക്രിസ്ത്യാനിയും ഞാൻ പറഞ്ഞതിനെ പുച്ഛിക്കുകയോ എതിർക്കുകയോ അവഹേളിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തതിൽ, ഞാൻ കൊടുത്ത സ്പീച്ചിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തതിൽ 10 പേരിൽ 4 പേര് ക്രിസ്ത്യാനികളാണ്. അത് ആ ലിസ്റ്റ് എനിക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും മലയാളികളായ ധാരാളം ക്രിസ്ത്യാനികൾ. ഇന്നലെ വൈകുന്നേരം തന്നെ ലണ്ടനിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞു, ഇതെല്ലാമാണ് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള സത്യമെന്ന് സാറ് എല്ലാവരെയും അറിയിക്കണം. വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. അവർ ഹിന്ദുക്കളെ ക്രിസ്ത്യൻ പേര് വെച്ച് എന്നെ വിളിച്ചതല്ല. ഞാൻ വെറുതെ അവരോട് പെട്ടെന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പേരെന്താണ്, ഭാര്യയുടെ പേരെന്താണ്, മക്കളുടെ പേരെന്താണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നിങ്ങൾ ഏത് വിഭാഗം ക്രിസ്ത്യാനിയാണ്. ഒരു അര സെക്കൻഡ് പോലും വൈകാതെ അവരിൽ നിന്ന് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹിന്ദുക്കള് ക്രിസ്ത്യൻ പേരിൽ എന്നെ വിളിക്കുകയല്ല, ക്രിസ്ത്യാനികൾ തന്നെ വിളിക്കുകയാണെന്നുള്ളത്. അതുപോലെ ബൈബിളിനെ കുറിച്ച് ഇന്നലെ ഞാൻ കുറേ കൊട്ടേഷൻ പറഞ്ഞു. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇന്നലെ മുഴുവനും ഞാൻ ഈ പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു, മുഴുവനും വായിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൽ 80% പോർച്ചുഗീസുകാരും ഫ്രാൻസുകാരും ഇറ്റലിക്കാരും അമേരിക്കക്കാരും എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അവരുടെ പേര് വെച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. ക്രിസ്തു മതം, യേശു ക്രിസ്തു, ബൈബിള്, ഇവർ ലോകത്തിൽ നടത്തിയിരിക്കുന്ന ക്രൂരത മാത്രം എടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. ക്രൂരത മാത്രം. 1823 വരെ ഭാരതത്തിൽ നടന്ന ഇൻക്വിസിഷൻ, ഫ്രാൻസിസ് സേവിയറുടെ നിർദ്ദേശപ്രകാരം, സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ നിർദ്ദേശപ്രകാരം ഗോവയിൽ നടന്നിരിക്കുന്ന ഇൻക്വിസിഷൻ, യേശു ക്രിസ്തുവിനെ ജൂത പുരോഹിതന്മാര് ഒറ്റിക്കൊടുത്തു എന്ന കാരണത്താല് ജൂതന്മാരെ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വേട്ടയാടുന്ന ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തു തന്നെ ഒരു ജൂതനായിരുന്നു. ആ ജൂതനായ യേശു ക്രിസ്തുവിനെ ജൂത പുരോഹിതന്മാർ ഒറ്റിക്കൊടുത്തു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥയുടെ അടിസ്ഥാനത്തിൽ ജൂതന്മാരെ കൊന്നു കൊല വിളിച്ച ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ഇത് മുഴുവനും ഈ ക്രൈസ്തവ യുവ തലമുറ ഒന്ന് ചിന്തിക്കണം, ഒരിക്കലെങ്കിലും വായിക്കണം. ദൈവത്തിൻ്റെ പേരില്, കുരിശിന്റെ പേരില്, ബൈബിളിന്റെ പേരില് ഇൻക്വിസിഷൻ നടത്തി ഗർഭിണികളെയെല്ലാം എങ്ങനെയാ അബോർഷൻ വരെ ചതച്ച് കൊന്ന് തീയിലിട്ട് കൊന്നതെന്നും, ചെറിയ കുട്ടികളെ കംസൻ ചെയ്തതുപോലെ കാലിൽ പിടിച്ച് തല കല്ലിലടിച്ചു കൊന്നതെന്നും വിവരിച്ചാൽ വിറങ്ങലിക്കുന്ന കർമ്മമാണ് ക്രിസ്ത്യാനികൾ ചെയ്തത്. ക്രിസ്ത്യാനികൾ ചെയ്തത് എന്തിൻ്റെ പേരില്? ഇൻക്വിസിഷന്റെ പേരിലും. ക്രിസ്ത്യാനി അല്ലാത്തവനെല്ലാം ദൈവനിന്ദ ചെയ്യുന്നവനാ. ബൈബിൾ അല്ലാത്തവരെല്ലാം സാത്താന്റെ സൃഷ്ടിയാ. ക്രിസ്തുമതം എന്ന മതമല്ലാതെ മറ്റൊന്നും നിലനിൽക്കരുതെന്ന പേരില് ആഫ്രിക്കയിലും പണ്ടത്തെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ക്രിസ്ത്യാനികൾ ചെയ്തിരിക്കുന്ന ക്രൂരത ഒരു വരിയിൽ ഞാൻ പറഞ്ഞുള്ളൂ: ടോർച്ചർ, ടോർച്ചർ, ടോർച്ചർ. അതൊന്ന് ക്രിസ്ത്യൻ തലമുറ അറിയണം. അതിൻ്റെ മറ്റൊരു പകർപ്പ് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഭാരതത്തിൽ മതപരിവർത്തനം നടത്തുന്ന അതേ മതത്തിനെ കോർപ്പറേറ്റ് ബിസിനസ് പോലെ
പോലെ പ്രചരിപ്പിക്കാൻ യഹോവ സാക്ഷികളും പെന്തക്കോസ്തുകാരും ചെയ്യുന്നതെല്ലാം ഞാൻ ഇന്നലെ വൈകുന്നേരം ഇരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ഒരു 6-7 മാസം മുമ്പ് ഞാൻ ആൻഡമാൻ ഐലൻഡിലേക്ക് പോയി. അവിടെ റോസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആൻഡമാൻ്റെ തൊട്ടടുത്ത്. അവിടെയായിരുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 600 തരത്തിലുള്ള നിഷ്ഠൂരമായ ടോർച്ചറിങ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ബ്രിട്ടീഷുകാരെ പ്രയോഗിച്ചത്. ടോർച്ചറിങ് തന്നെയാണ്. 1200ഓളം പേരിൽ ഒരാൾ പോലും അവശേഷിക്കാതെ അവര് തൂക്കുകയറിലിട്ട് കൊന്നു കുഴിച്ചു മൂടി ക്രിസ്ത്യാനികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ അവർ അഡോപ്റ്റ് ചെയ്തത് മുഴുവനും ബൈബിളിലെ 600 തരത്തിലുള്ള ഈ ടോർച്ചറിങ് ആണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റോസ് ഐലൻഡിൽ ഞാൻ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ അവിടെ കൊണ്ടുപോയി ഇത്രയും ഹീനമായിട്ട് ടോർച്ചർ ചെയ്തത് 2ാം ലോക മഹായുദ്ധത്തില് അറിയാതെ റോസ് ഐലൻഡിലേക്ക് വന്ന് ജപ്പാൻകാര് മനസ്സിലാക്കിയില്ല. ജപ്പാൻകാര് വിചാരിച്ചു ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്ന്. ആ ഇന്ത്യക്കാരെ ജപ്പാൻകാര് ടോർച്ചർ ചെയ്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ പോണം ആൻഡമാനിലേക്ക്. ഇന്ത്യക്കാരെ ജപ്പാൻകാര് ടോർച്ചർ ചെയ്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ജഗദീശ്വര, യാദവൻ ജൂതനായിട്ട് ജനിച്ച യേശുക്രിസ്തുവിനെ അവരുടെ തന്നെ കുടുംബാംഗങ്ങൾ ആയിട്ടുള്ള ജൂതന്മാര് ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് ജൂതനായ ഗുരുവിന്റെ ക്രിസ്ത്യാനികളായ ശിഷ്യന്മാര് ഈ ജൂതന്മാരെ ഇത്രയും അധികം ഇൻക്വിസിഷന് വിധേയമാക്കി പണ്ട് ചെയ്ത തെറ്റിന്, കുറച്ചു പേര് ചെയ്ത തെറ്റിന്. ഇന്നത്തെ ക്രിസ്ത്യാനിയും ജൂതന്മാരെ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് കൊച്ചിയിലെ ജൂത തെരുവിൽ ഇന്നും പോലീസ് കാവലുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികള് ജൂതന്മാരെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയപ്പെട്ട്. ആ റോസ് ഐലൻഡില് ജപ്പാൻകാര് ചെയ്ത ആ നീച കൃത്യം വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോ അന്ന് പടിഞ്ഞാട്ട് സൂര്യനെ നോക്കി തൊഴുതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു തലമുറ ചെയ്ത തെറ്റാണെങ്കിലും കുറെ പട്ടാളക്കാർ ചെയ്ത തെറ്റാണെങ്കിലും 2 ആറ്റം ബോംബ് ജപ്പാനിൽ വീണ് ലക്ഷക്കണക്കിന് വ്യക്തികൾ മരിച്ചതില് ഇന്ന് എനിക്ക് സന്തോഷം തോന്നുന്നു എന്ന്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാ. നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് വീണപ്പോ ആ ആറ്റം ബോംബില് കരിഞ്ഞുപോയ ജനങ്ങളുടെ വേദന ഞാൻ ആ റോസ് ഐലൻഡിൽ പോകുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. റോസ് ഐലൻഡിൽ പോയതിന് ശേഷം ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് വീണതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത വരി വേദനയോടുകൂടി പറയുന്നു, മനസ്സിനകത്ത് സന്തോഷം തോന്നുന്നു. അതേപോലെ ഇന്നലെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷിൽ എഴുതിയ ഈ പുസ്തകം, അവരുടെ പേര് വെച്ച് എഴുതിയ ദ എക്സ്പ്രഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി പർട്ടിക്കുലർ റെഫറൻസ് ടു ഇന്ത്യ, ആ ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടിയ ക്രൂരത വായിച്ചു നോക്കിയപ്പോൾ 1.72 കോടി ജനങ്ങളെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള സ്റ്റാലിൻ കൊന്നു കുഴിച്ചു മൂടിയത്. 1.72 കോടി ജനങ്ങളെയാണ്. അത് മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. ഇത്രയും കാലം സ്റ്റാലിൻ അത് ചെയ്തതിൽ എനിക്ക് ദുഃഖം തോന്നി. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നണില്ല. മറ്റൊന്നുകൂടി ഞാൻ വായിച്ചു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ എത്ര മില്യൺ ജനങ്ങളാണ് മരിച്ചത് എന്ന് വെറുതെ ചിന്തിച്ചിരുന്നു. ഇന്നലെ ഈ പുസ്തകത്തിൽ ഞാൻ കൊട്ടേഷനായിട്ട് വായിച്ചു. 20 മില്യൺ ജനങ്ങളെ, ജൂതന്മാരെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയുമാണ് ഇൻക്വിസിഷന്റെ പേരിൽ ലോകമെമ്പാടും കൊന്നത്. ഇൻക്വിസിഷന്റെ പേരിൽ ലോകമെമ്പാടും
ക്രിസ്ത്യൻ മിഷണറിമാരും രാജാക്കന്മാരും കൊന്നത് ബൈബിളിന്റെ നിയമമനുസരിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ചത്തൊടുങ്ങിയതില് ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് എന്ന് വായിച്ചറിഞ്ഞപ്പോ തോന്നി, അവനവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണോ കുറ്റത്തിന്റെ പ്രതിഫലമാണോ എന്നറിഞ്ഞൂടാ. പക്ഷെ ഒരു സമൂഹം ചെയ്തു കൂട്ടിയ മഹാപാപത്തിന്റെ ഫലം ഒന്നും രണ്ടും മഹായുദ്ധങ്ങളിലും അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കുന്നതിലൂടെയും അതുപോലെ പലതിലൂടെയും അവരെ പ്രകൃതി അനുഭവിപ്പിക്കുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു പുസ്തകം എഴുതേണ്ടേ, 130 പുസ്തകങ്ങൾ എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു പുസ്തകം പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും AD 995 മുതൽക്ക് 1650 വരെ വിദേശികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കാണിച്ചു കൂട്ടിയ ക്രൂരത തൈമൂർ എന്ന് പറയുന്ന വ്യക്തി വ്യാഴം വെള്ളി ശനി 1395 AD 3 ദിവസത്തില് ഏതാണ്ട് 1 ലക്ഷം ഹിന്ദു പുരുഷന്മാരുടെ തലയാണ് വെട്ടിയത്. അത് തൈമൂറിനെ കുറിച്ച് അത്ര ഭീകരമായിട്ടുള്ള UGC അപ്രൂവ് ചെയ്ത പുസ്തകത്തിലുള്ളതാണ്. ഞാൻ എഴുതിയതല്ല, VM സ്മിത്ത് തുടങ്ങിയ ഇംഗ്ലീഷുകാർ എഴുതിയതും മുഗളന്മാർ തന്നെ മുസ്ലിങ്ങൾ തന്നെ എഴുതിയതുമായിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഇന്ത്യക്കാരോട് കാണിച്ച ക്രൂരത വായിച്ചു. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴും ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ ചെയ്തു കൂട്ടിയ നീചപ്രവൃത്തിയുടെ ഫലമാണോ ഈ ഇന്നും ഇറാഖിലും കുവൈറ്റിലും 69 മുസ്ലിം രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളും തീവ്രവാദത്തിന്റെ പേരിൽ അനുഭവിക്കുന്നത് എന്ന് അറിയാതെ ചിന്തിച്ചുപോയി. ഒരു സമൂഹം പണ്ട് ചെയ്ത തിന്മ ഇന്ന് അവരെന്തിനനുഭവിക്കണം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൽ ഇന്നലെ ഞാൻ വായിക്കുകയുണ്ടായി. അന്നുള്ള ഇൻക്വിസിഷൻ ഇപ്പൊ ഇല്ല എങ്കിലും അതേ പുസ്തകമാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. അന്ന് ചെയ്ത ടോർച്ചർ ഇന്ന് നടക്കുന്നില്ല എങ്കിലും അതേ പുസ്തകമാണ് ഇന്ന് ആരാധിക്കപ്പെടുന്നത്. അന്നുള്ള ഹീനമായിട്ടുള്ള ദൂഷണം ഇന്നില്ല എങ്കിലും അതേ പുസ്തകം ഇന്നും നിലനിൽക്കുന്നു. അന്ന് ആ പുസ്തകത്തിന്റെ പേരിൽ 2 പുസ്തകത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ തിന്മകള് 2 പുസ്തകത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ തിന്മകള് അത്രയും ഇന്റൻസിറ്റിയോടുകൂടി ഇന്ന് ഇല്ല എങ്കിലും ആ പുസ്തകം തന്നെയാണ് ഇന്നും ആ മതക്കാര് ഫോളോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഒരു വാക്കുപോലും മാറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് ആ പുസ്തകം ഫോളോ ചെയ്തവര് ചെയ്തു കൂട്ടിയ തിന്മയുടെ ഫലം ആ പുസ്തകം ഇന്നും ഫോളോ ചെയ്യുന്നവർ അനുഭവിച്ച് തന്നെ വേണം തീരാൻ. അതാണ് നമുക്ക് 1-2 മഹായുദ്ധങ്ങളില് ലോക മഹായുദ്ധങ്ങളില് ചത്തൊടുങ്ങിയതില് ഭൂരിഭാഗവും ആ പുസ്തകം തന്നെ ഫോളോ ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ പുസ്തകം ഫോളോ ചെയ്ത പൂർവ്വ തലമുറ ആ പുസ്തകത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയത് ഇന്നും അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും 1942 വരെ ഓരോ പോപ്പ് വത്തിക്കാനിലിരുന്നുകൊണ്ട് ചെയ്തത് മുഴുവനും വായിക്കേണ്ടായി. ഈ ഇൻക്വിസിഷൻ ചെയ്ത ഒത്തിരി ക്രിസ്ത്യാനികളെയാണ്, അത്രയും ക്രൂരമായി ടോർച്ചർ ചെയ്ത ക്രിസ്ത്യാനികളെയാണ് പലരെയും പിന്നീട് വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചത്. അതാണ് അത്ഭുതം. ഇത്ര ക്രൂരത ചെയ്തവരെ സ്നേഹത്തിന്റെ മതമായ ക്രിസ്ത്യാനിറ്റി വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ ചെറുപ്പക്കാര് ഒന്ന് വായിക്കണം. വീണ്ടും ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, ഒരു മതത്തിനോടും എനിക്ക് എതിർപ്പില്ല. നിങ്ങൾ ഏത് മതം ഏത് ഈശ്വരനെ ആരാധിച്ചാലും എൻ്റെ ചെലവിലല്ലാതെ. പക്ഷേ ആ ഏത് മതമാണോ ഈ ലോകത്തിലെ 2000 വർഷമായിട്ടും 1300 വർഷമായിട്ടും ക്രൂരത മാത്രം ചെയ്തത്, ആ ക്രൂരത ചെയ്ത ക്രിസ്തുമതം, ഇസ്ലാം മതം, അതുപോലെ തന്നെ
ഭാഗികമായിട്ടാണെങ്കിലും ജൂതമതം അനുഭവിക്കാനുള്ളത് മുഴുവനും അനുഭവിച്ചു. യഥാർത്ഥത്തിൽ ഖുശ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയൊരു പുസ്തകമുണ്ട്. സത്യസന്ധനായിട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധിയോ കോൺഗ്രസോ ജവഹർലാൽ നെഹ്റുവോ ഇവിടത്തെ ഒരു വ്യക്തിയുമല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഹിറ്റ്ലറാണ്. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഹിറ്റ്ലറാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന്. അതിനുശേഷം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് എന്താറിയാമോ? ഹിറ്റ്ലറാണ് ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കി മുട്ടുകുത്തിച്ച് ചത്ത പാമ്പിന്റെ അടുത്തേക്കാക്കിയത്. ഒരു ബ്രെഡ് ഇംഗ്ലണ്ടിൽ വാങ്ങിക്കണമെങ്കിൽ 5 പൗണ്ട് കൊടുക്കണം. കോച്ചി വരിക്കുന്ന തണുപ്പുള്ള ഇംഗ്ലണ്ടിൽ ഒരു ബ്രെഡ് പോലും കിട്ടാൻ പറ്റാത്ത വിധത്തിൽ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ, അത് ചെയ്തത് ഹിറ്റ്ലർ ആക്കിയപ്പോൾ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യ ഭരിക്കാൻ അവർക്കൊരു കപ്പലിൽ ടിക്കറ്റ് പോലും എടുക്കാൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ, ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിൽ ഇംഗ്ലണ്ട് എത്തിയപ്പോൾ, ഇന്ത്യക്കാർക്ക് തന്നെത്താനെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ച് ഇന്ത്യക്കാരെ സിംഹാസനത്തിൽ ഡിവൈഡ് ആൻഡ് റൂള്, അതിലൂടെ മുമ്പോട്ട് പോകാൻ ജവഹർലാൽ നെഹ്റുവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് മൗണ്ട് ബാറ്റൺ പ്രഭു തന്റെ ഭാര്യ ചിലപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയാകുമോ എന്ന് ഭയപ്പെട്ട് അങ്ങനെ ഒരു സിനിമ വരാൻ പോയതാണ്. കഥയാണോ സത്യമാണോ എന്ന് അറിഞ്ഞൂടാ. ഭയപ്പെട്ട് മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇംഗ്ലണ്ടുകാരും ഇവിടെ നിന്ന് പോയത് ഖുശ്വന്ത് സിംഗ് പറഞ്ഞതുപോലെ ഇന്ത്യക്കാരുടെ ത്യാഗമോ ഇവിടത്തെ സത്യാഗ്രഹമോ ഇവിടത്തെ ഉപ്പു സത്യാഗ്രഹമോ അല്ല, ഹിറ്റ്ലർ ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തതാണ്. ആ ഇംഗ്ലണ്ടാണ് ഇൻക്വിസിഷന് ഏറ്റവും അധികം മുൻകൈയെടുത്തത്. ഏതായാലും അതിനെയും പ്രകൃതി ശിക്ഷിച്ചു. ജർമ്മനിയാണ് ഇൻക്വിസിഷനിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ഇറ്റലിയോടൊപ്പം. അതും 2ആയി വളർന്ന് തകർത്ത് ഈ നാസി പടയാളിയായ ഹിറ്റ്ലറുടെ ജനങ്ങളെ വധിച്ചു കൊന്നു കുഴിച്ചു മൂടുകയുണ്ടായി. ഏതായാലും ഒരു പുസ്തകത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ തിന്മകള് ജൂതന്മാരും അനുഭവിച്ചു. ജൂതന്മാരുടെ നിയമഗ്രന്ഥമാണ്, ജൂതന്മാരുടെ മതഗ്രന്ഥമാണ് പഴയ നിയമം ബൈബിള്. അതിലും ഈ കൊലവിളി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹിറ്റ്ലറിലൂടെ ജൂതന്മാർക്ക് കിട്ടേണ്ടത് കിട്ടി. 2 ലോക മഹായുദ്ധങ്ങളിലൂടെ ക്രിസ്ത്യാനികൾക്ക് കിട്ടേണ്ടത് കുറേയൊക്കെ കിട്ടി. ഇക്കഴിഞ്ഞ 19 വർഷമായി ഒസാമ ബിൻ ലാദന്റെയും ഗദ്ദാഫിയുടെയും പിന്നെ അങ്ങനെ പോൾ പോട്ടിന്റെയും സദ്ദാം ഹുസൈന്റെയും എല്ലാം നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് സുന്നികളും ഷിയാകളും തമ്മിൽ ചത്തും കൊന്നും ഒടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഒരു മതത്തിനും എതിരല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, തൻ്റെ മതം ചെയ്യുന്ന കർമ്മങ്ങൾ, ആ മതം അനുശാസിക്കുന്നവർ തന്നെ ഒരു പക്ഷേ അവര് ഒരു മാറ്റവും വരാതെ അതേ മതത്തിലൂടെയാണ് തുടരുന്നതെങ്കിൽ അവരും അനുഭവിക്കേണ്ടി വരും. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന സർ ഐസക് ന്യൂട്ടന്റെയും രാമായണം എഴുതിയ വാൽമീകി എന്ന പൂർവാശ്രമത്തിലെ രത്നാകരന്റെ ഭാര്യ പറഞ്ഞതും വസ്തുതയാണെന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, സാധിക്കുമെങ്കിൽ നിങ്ങളും വായിക്കാം. അതുപോലെ പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ ഇറക്കി. 10,000-20,000 കോപ്പി അത് ചെലവായിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമേ വായിക്കാവൂ. ഭക്ഷണത്തിന് മുമ്പ് നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് ചോറിറങ്ങില്ല. ഹിന്ദുക്കള് ഭാരതത്തില് മുസ്ലിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടന്ന് മരിച്ചതും നരകിച്ചതും, ക്രിസ്ത്യൻ റൂളേഴ്സിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് നരകിച്ചതും, ഭാരതത്തില് സതി എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല.
ഹിന്ദുക്കളുടെ അനാചാരമല്ലാതെ ഹിന്ദു ധർമ്മത്തിൽ സതി ഒരിക്കലുമില്ല. സതി വന്നത് ഭർത്താവിനെ മുസ്ലിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ ആ ഭാര്യ പിന്നെ മുസ്ലിങ്ങളുടെ തലമുറയെയാണ് മുസ്ലിങ്ങളുടെ ബീജം വഹിച്ചുകൊണ്ട് പ്രസവിക്കേണ്ടി വരിക. ആ ഹിന്ദുവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു മുസ്ലിമിൻ്റെ ബീജം വീഴരുത് എന്നറിഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ ചാടി മരിച്ചിരുന്നത്. ഇതറിയണം. രാജാറാം മോഹൻ റായ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ അന്ധവിശ്വാസമാണ് സതി എന്ന് പ്രചരിപ്പിച്ചു. സതി ഹിന്ദു ധർമ്മത്തിലെ അന്ധവിശ്വാസമല്ല. മുസ്ലിങ്ങളുടെ കുട്ടികളെ ഗർഭം ധരിക്കാൻ ജഗദീശ്വര ഒരിക്കലും തലവിധിയും ശാപവും ശിക്ഷയും ഉണ്ടാകാതിരിക്കാൻ വിധവകള് ഭർത്താവ് മരിച്ച ചിതയിൽ സ്വയം ചാടി മരിച്ചിരുന്നതാണ് സതി. പിന്നീട് അത് കുറച്ച് നിർബന്ധപൂർവമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ പറയും. വിശ്വസിക്കാൻ സാധിക്കുന്നവർ വിശ്വസിക്കുക. ആരെയും വിശ്വസിപ്പിക്കലും ആരെയും എൻ്റെ അനുയായികളാക്കലും ആരെയും ഇതൊക്കെയാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തി മാനസാന്തരപ്പെടുത്തലും ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലും അല്ല എൻ്റെ ജോലി. ഒരാളെങ്കിലും അമേരിക്കൻ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും കുറേ പണ്ഡിതരും ചിന്തകരും എഴുതിയ സത്യം ഇന്നലെ ഞാൻ വായിച്ചത് അവിടുത്തെ ജനത പിൽക്കാലത്ത് സ്വീകരിച്ചത് കൊണ്ടാണ് അവിടെ നിന്ന് ക്രിസ്തുമതം വൈപ്പ് ഔട്ട് ചെയ്തത്. സത്യം ലോകത്തിൻ്റെ മുമ്പിൽ എന്നും പ്രകാശപൂർണമായിട്ട് നിലനിൽക്കും. ഒരു പക്ഷേ അതായിരിക്കാം പണ്ടത്തെ ഒരു മന്ത്രിയുടെ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സത്യം പുറത്തു വന്നേ മതിയാവൂ എന്ന കാരണത്താലാവാം 6-7 മാസം കഴിഞ്ഞ് വീണ്ടും അത് ചർച്ചാ വിഷയമായത്. ആരാണ് എന്താണെന്നൊക്കെ തന്നെ ചിന്തിക്കുക. സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഈശാവാസ്യ ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മൂടിയിരിക്കുകയാണ്. അല്ലയോ മനുഷ്യ, അറിവാകുന്ന പ്രകാശം ഉപയോഗിച്ച് ആ കവറെടുത്ത് മാറ്റുക. ആ മൂടിയിരിക്കുന്ന കവറെടുത്ത് മാറ്റുക. ആ കവറെടുത്ത് മാറ്റലിനാണ് നമ്മൾ ഡിസ്കവർ എന്ന് പറയുക. ഡിസ്കവർ. ആ കവറെടുത്ത് മാറ്റിയാൽ, സ്വർണ്ണ നിറത്തിൻ്റെ അടപ്പാകുന്ന കവറെടുത്ത് മാറ്റിയാൽ സത്യധർമായ ദൃഷ്ടയെ, സത്യവും ധർമ്മവും എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അറിയണം ബൈബിളും ഖുറാനും എന്താണെന്ന്. നിങ്ങൾ ഏത് ഈശ്വരനെ വേണമെങ്കിലും പൂജിക്കുക, ആരാധിക്കാം. പൂർവീകര് ഈ മതഗ്രന്ഥങ്ങളുടെ പേരിൽ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ പൂർവീകര്, നിങ്ങളെ മതം മാറ്റിയ പൂർവീകര് ചെയ്തു കൂട്ടിയ തിന്മകൾ ഒരിക്കലെങ്കിലും ഈ വിശുദ്ധന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയണം ഇവരെങ്ങനെ വിശുദ്ധരായി എന്നുള്ളത് കൂടി. അത് ഹിന്ദു നിരപരാധിയാണ്. അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ് ജീവിച്ചവര് എങ്ങനെയാ ഈ 2 മതാനുയായികളുടെ കീഴിൽ ജീവിച്ചതെന്നും നിങ്ങൾക്കറിയാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.